ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം സംബന്ധിച്ച രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇന്നത്തെ ഹൈക്കോടതി നടപടികൾ കേസിൽ നിർണായകമാകും. 2019 ദേവസ്വം ബോർഡിനും ദേവസ്വം കമ്മീഷണർക്കുമെതിരെ ശക്തമായ തെളിവുകൾ SITക്ക് കിട്ടിയെന്നാണ് സൂചന. വാസുവിനും പത്മകുമാറിനുമെതിരെ നടപടിക്ക് അനുമതി തേടാനും സാധ്യതയുണ്ട്. എന്തായാലും യഥാർത്ഥ പാളി എവിടെയെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. അനന്തകൃഷ്ണനും വിഷ്ണു പ്രകാശും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അനന്തനിലേക്ക്. അനന്തൻ, ഗുഡ് മോർണിംഗ്. നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് SIT കടക്കുന്നു. ഇടക്കാല റിപ്പോർട്ട്, രണ്ടാമത്തെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നൽകുകയാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കുമെതിരെ കടുത്ത നടപടിക്കുള്ള സാധ്യത ആവശ്യപ്പെടുമോ കോടതിയിൽ? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഏറ്റവും നിർണായകമായ ഒരു ദിവസം എന്ന് തന്നെ പറയാം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ കോടതിയുമായി ആശയവിനിമയം നടത്തിയതിൽ ഉപരി കൂടുതൽ വിവരങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് ഇന്ന് റിപ്പോർട്ട് നൽകുന്നത്. അത് ആർക്കൊക്കെയാണ് കുരുക്കാവുന്നത് എന്നാണ് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി അന്വേഷണം മുകൾ തട്ടിലേക്കാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് 2019 2025 ദേവസ്വം ബോർഡുകളെ കേന്ദ്രീകരിച്ച് അതിൽ തന്നെ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും 2019 ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന N വാസുവിനും ഇതിൽ എത്രത്തോളം പങ്കുണ്ട് എന്ന് ഇഴകീറി പരിശോധിക്കുകയായിരുന്നു അന്വേഷണ സംഘം. മാത്രമല്ല, ഈ കേസിൽ ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലുള്ള നടപടികളും അന്വേഷണ സംഘം ഈ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ മൂന്നാമത്തെ പ്രതിയാണ് N വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പക്ഷേ N വാസു നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചതുപോലെ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ വിശദീകരിച്ച് വഴുതി മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന നടപടി അടക്കം ആലോചിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ പങ്കാളിത്തം ഏതാണ്ടൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് മുരാരി ബാബുവിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും മൊഴികളാണ്. മുരാരി ബാബു അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ 2019 ദേവസ്വം ബോർഡിൻ്റെയും 2025 ദേവസ്വം ബോർഡിൻ്റെയും ഇതിലെ എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നത് സംബന്ധിച്ച് വിശദമായ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. N വാസുവിന് കുരുക്കാകുന്നത് സുധീഷ് കുമാർ, അന്നത്തെ ഈ 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൻ്റെ മൊഴിയാണ്. സുധീഷ് കുമാർ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ ദേവസ്വം ബോർഡ്, അതായത് അവർ രാഷ്ട്രീയ നേതൃത്വം കൂടിയാണ്, രാഷ്ട്രീയമായ ഒരു നിയമനമാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടേത്, പ്രസിഡന്റിൻ്റെയും ഒക്കെ. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് പോകണമെങ്കിൽ അതിൽ കോടതിയുടെ അനുമതി കൂടി തേടണം. അങ്ങനെയുള്ള ഒരു നടപടിക്കാണ് ഇന്ന് അന്വേഷണ സംഘം ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അതിനൊപ്പം തന്നെ ഇനി SIT ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെ അനന്തനിലേക്ക് വരാം. നമുക്ക് വിഷ്ണു പ്രകാശ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ അന്വേഷണവും മൊഴിയെടുക്കലും ഒക്കെയായി ബന്ധപ്പെട്ട് എവിടെ വരെ എത്തി എന്നത് ഇന്ന് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. എങ്ങനെയാണ് ഈ കോടതി നടപടികൾ, എപ്പോഴാണ്? നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം ദേവസ്വം ബെഞ്ചിന്റെ മുൻപിലെ ആദ്യത്തെ 2 കേസായിട്ടാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നത്. ആദ്യത്തെ 2 കേസുകളായിട്ടാണ് ഇതിപ്പോൾ ദേവസ്വം ബെഞ്ച് ഈ കേസുകൾ രണ്ടും പരിഗണിക്കുക. ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറസ്റ്റ്, അതുപോലെ അന്വേഷണ പുരോഗതി, ഇനി നടത്താനിരിക്കുന്ന അറസ്റ്റും ഏത് തരത്തിലുള്ള നീക്കമാകും എന്നുള്ള കാര്യങ്ങളിലടക്കമുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളും ഇന്ന് സമർപ്പിക്കുന്ന ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരിക. നേരത്തെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ സ്വമേധ്യ എടുത്ത 2 ഹർജികളിലാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ നേരത്തെ ഈ ഹൈക്കോടതി പറഞ്ഞപ്പോൾ 6 ആഴ്ചയ്ക്കകം ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം ഈ SIT ടീമിന് ഹൈക്കോടതിയുടെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ പ്രകാരം ഓരോ 2 ആഴ്ചയും കൂടുമ്പോൾ ഈ അന്വേഷണ പുരോഗതി വ്യക്തമാക്കണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ, അതായത് ഒക്ടോബർ 21 ഇതിന്റെ ആദ്യകാല റിപ്പോർട്ട് പുറത്തു വന്നത്. അതിന് പ്രകാരമുള്ള കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അടക്കമുള്ളത് ഈ SIT സംഘം എത്തി അവിടെ പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ അതിനുശേഷമുള്ള 2 ആഴ്ചത്തെയും കൂടിയുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ പരിഗണിക്കുക. ഇന്ന് രാവിലത്തെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കും. അതോടൊപ്പം അതിന് പിന്നാലെ തന്നെ ഈ SIT സംഘം നേരത്തെ
റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഈ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തി മുദ്രവച്ച കവറിലായിരുന്നു ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നും അതുപോലെ തന്നെ SIT സംഘം നേരിട്ട് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ കോടതിയുടെ അടച്ചിട്ട മുറിയിലാണ് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിട്ടാണ് ഇന്നിപ്പോൾ കോടതി നടപടികൾ നടക്കുക. കാരണം ഇതിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനാൽ തന്നെ മറ്റു നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത് അടച്ചിട്ട കോടതിയിലായിരിക്കും ഇന്നും ഈ ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് SIT സംഘം സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഏതായാലും ഹൈക്കോടതി പരിഗണിക്കുക. ഏതായാലും വിശദമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണ സംഘത്തിനുണ്ടാവും. ഇതുവരെ നടത്തിയിരിക്കുന്ന പുരോഗതി നോക്കുന്നു എന്തായിരിക്കും ഹൈക്കോടതി നിർദ്ദേശിക്കുക എന്നത്. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇനി ഈ രാഷ്ട്രീയ നിയമനങ്ങളിലേക്കും ഉദ്യോഗസ്ഥ തലത്തിലേക്കും ഒക്കെ വരുമ്പോൾ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ഇനി ഈ രണ്ടാം ഘട്ടം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇനി SIT കടക്കുക എന്ത് കാര്യങ്ങളിലേക്കായിരിക്കും, ആരിലേക്കൊക്കെ ആയിരിക്കും? മോത്തി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചും, കാരണം ഇത് അതീവ രഹസ്യമായിട്ടുള്ള അന്വേഷണമാണ്, അതിൽ നിന്ന് ചില കാര്യങ്ങളും ചില സൂചനകളും മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇന്നലെ 2019 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ഈ കേസുകളിലെ പ്രതിയായ ജയശ്രീയുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി, ആ ഹർജിയിലെ വിശദാംശങ്ങളാണ്. ആ ഹർജിയിൽ ജയശ്രീ പൂർണ്ണമായും ലക്ഷ്യം വെക്കുന്നത് 2019 ദേവസ്വം ബോർഡിനെ തന്നെയാണ്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ തനിക്കിത് ഒന്നും അറിയില്ല, ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതാണ് താൻ നടപ്പാക്കിയത് എന്നാണ് ആ ഹർജിയിൽ പറയുന്നത്. അപ്പോൾ 2019 ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള SITയുടെ നീക്കത്തിനിടെയാണ് ജയശ്രീ പെട്ടെന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങിയത്. അപ്പോൾ SITയുടെ മുന്നിലെത്തുമ്പോൾ ജയശ്രീ കൊടുക്കാൻ സാധ്യതയുള്ള മൊഴിയാണ് ആ ഹർജിയിലുള്ളത്. അപ്പോൾ തന്നെ മറ്റുള്ളവരും എന്ത് മൊഴിയാണ് നൽകിയതെന്നുള്ളത് കാര്യം വ്യക്തമാണ്. ഇനി നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് SITയുടെ അന്വേഷണത്തിൽ നമ്മൾ ആദ്യം സംശയിച്ചതുപോലൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു നിഗമനം അവർക്കുണ്ട്. അതായത് ശബരിമലയിൽ നിന്ന് 2019 സ്വർണം പൊതിഞ്ഞ ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ്, അതായത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്ന ആ കോപ്പർ പ്ലേറ്റ്, ആ സ്വർണം പൊതിഞ്ഞ പാളി, അത് ആണ് കടത്തിക്കൊണ്ടുപോയത്. അത് പക്ഷേ ഇവർ പറയുന്നത് പോലെ ഉരുക്കിയിട്ടില്ല, അത് മറ്റാർക്കോ മറിച്ചു വിറ്റു എന്നുള്ളൊരു സംശയം അന്വേഷണ ഏജൻസിക്ക് ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ പറയുന്ന ഈ സ്വർണം ഉരുക്കി ഞങ്ങൾ വേർപെടുത്തിയെടുത്ത് ഗോവർദ്ധന് വിറ്റു എന്ന് പറയുന്ന മൊഴി, ആ മൊഴിക്ക് പിന്നിൽ ആസൂത്രിതമായ ശ്രമമുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. സംരക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് ആരെയൊക്കെയോ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംരക്ഷിക്കാനുള്ള നീക്കം പുറത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോവർദ്ധന്റെ വരവ് അന്വേഷണ സംഘത്തിന് ഏറെ സംശയം നൽകുന്നത്. കാരണം അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഗോവർദ്ധന്റെ വീട്ടിൽ നിന്ന് സ്വർണം റിക്കവർ ചെയ്യുമ്പോഴാണ് ഗോവർദ്ധനെ ചോദ്യം ചെയ്ത കാര്യവുമൊക്കെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ആ സമയത്താണ് നമുക്കും ആ വിവരം കിട്ടുന്നത്. പക്ഷേ ഗോവർദ്ധൻ, നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയും തനിക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഈ സ്വർണം വിറ്റതെന്നും അത് തന്റെ പക്കലുണ്ട്, അത് തിരിച്ചു തരാൻ ഒരുക്കമാണ് എന്നുമുള്ളൊരു സന്നദ്ധത അറിയിച്ചു. ആ സന്നദ്ധത അറിഞ്ഞ പാടെയാണ് അന്വേഷണ സംഘം ബെല്ലാരിയിൽ പോയി ആ ഗോൾഡ് എടുത്തതെന്നാണ്. പക്ഷേ ആ പ്രക്രിയ അതേപോലെ SIT വിശ്വസിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗോവർദ്ധന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. ഗോവർദ്ധനെ ഈ സ്വർണം തിരിച്ചു കൊടുക്കാനുള്ള സന്നദ്ധത അറിയിക്കാൻ പ്രേരിപ്പിച്ച മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തി ആരാണ് എന്നുള്ളൊരു അന്വേഷണം SIT നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് SIT ഇന്ന് കോടതിയിൽ അഭിപ്രായം തേടും. അതിനൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അതല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെയുമുള്ള ഈ ഗൂഢാലോചനയിലും ഈ പ്രക്രിയയിലും പങ്കാളികളായ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ കേസ് ഫ്രെയിം ചെയ്യുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അതിനകത്ത് ശക്തമായ തെളിവുകൾ കണ്ടെത്തുന്ന നിലയിലേക്ക് പോകാനാണ് SITയുടെ തീരുമാനം. ഇതിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം 2019 നടന്ന സ്വർണ്ണക്കൊള്ളയാണ്. അതിൽ ഈ യഥാർത്ഥ പാളി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനകം അത് മാറ്റി അവിടെ നിന്ന് മാറ്റാനും അത് ഏറ്റെടുക്കുന്നയാൾ ചില്ലറക്കാരനല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശേഷിയും ശക്തിയും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെ പിറകെ പോയാൽ ആ തെളിവ് ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യതയും കുറവായിരിക്കും. പക്ഷേ ഇതാരിലേക്ക് എത്തി എന്നുള്ളൊരു സൂചന കിട്ടുന്നത് വരെ അന്വേഷണം തുടരും. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകളുമാണ് SITയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ് മോദി, ഇന്ന് ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട നിയമ നടപടി അതീവ നിർണായകമാണ്. അതിൽ ഹൈക്കോടതി എടുക്കാൻ പോകുന്ന നിലപാട് ഒരുപക്ഷെ അയ്യപ്പ ഭക്തർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്ന ഉന്നതരുടെ കയ്യിൽ കയ്യാമം വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഇന്നത്തെ നിയമ നടപടിയുടെ ഭാഗമായി. എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിന്മേൽ എടുക്കുന്ന തീരുമാനം മാത്രമല്ല, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാത്രമല്ല, തുടർ നടപടികളും ഈ അന്വേഷണ
നിയുക്തനായി നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘം എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നത് നമുക്കൊക്കെ ആകാംക്ഷയുള്ളൊരു കാര്യം തന്നെയാണ്.